യഥാർത്ഥ കല്യാണത്തിന് വന്നത് വീട്ടിൽ പോയിട്ട് ഇടാൻ പോകുന്നത് അതിന്റെ ഞാനൊരു വിളിക്കാത്ത കല്യാണത്തിന് പോയി. നല്ല രസമുണ്ടല്ലേ? എനിക്ക് എവിടെ എന്തോ ഇഷ്ടമായി. Hey guys, so it's yet another day with me Navit. അപ്പോൾ ഈ ഒരു വ്ളോഗിൽ ഞാൻ ഉദ്ദേശിക്കുകയെന്ന് വെച്ചാൽ ഉമ്മാൻ്റെ വീട്ടിൽ പോയിട്ട് പല സമയങ്ങളിലായിട്ടുള്ള ഓരോ മെമ്മറീസ് ആണ് കേട്ടോ. സോ ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ് വിൽ ടേൺ ഔട്ട് ബട്ട് ഐ ഹോപ്പ് യു വിൽ എൻജോയ്. ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ എങ്ങോട്ടാണ് ഈ മഴയത്ത് കുടയൊക്കെ പിടിച്ച് ചില്ല് ചെയ്ത് പോകണമെന്നില്ലേ? എൻ്റെ മാമായുടെ വീട്ടിലേക്ക് പോകട്ടോ. മാമായുടെ വീടെന്ന് പറയുമ്പോൾ ഒരുപാട് കസിൻസ് ഉണ്ട്. എൻ്റെ സീനിയർ കസിൻസ് ഉണ്ട്, സെയിം ഏജ് കസിൻസ് ഉണ്ട്, ഈവൻ ബേബി കസിൻസ് വരെയുണ്ട്. സോ ആകെ മൊത്തം ബഹളമായിരിക്കും അവിടെ ചെല്ലുമ്പോൾ. സോ തറവാട്ടിൽ ചെന്നിട്ടുള്ള എൻ്റെ വിശേഷങ്ങളും കഥകളും കഥ പറച്ചിലും മെമ്മറീസും ഒക്കെയാണ് നമ്മൾ ഈ വ്ളോഗിൽ കാണാൻ പോകുന്നത്. സോ മിന്നോവിറ്റ്സ് ഫാമിലി വ്ളോഗ് കൂടിയാണ് കേട്ടോ ഈ കുട്ടി വ്ളോഗ്. വിക്കും ഇസും ഒരുക്കി തന്ന ബ്രൈഡ് ലുക്കാണിത്. എങ്ങനെയുണ്ട് ഗൈസ്? എന്റെ വളയൊക്കെ കാണുന്നുണ്ട്. എവിടെ ഇസുട്ടി? എവിടെ ഇസുട്ടി? ഇസുട്ടിയുടെ ഇസുട്ടി തിരക്കില്ല കേട്ടോ. അടുത്തത് എടുത്ത് തന്നെ തിരക്കില്ലാട്ടോ. കുത്തിയിട്ട് കൊടുക്കും മിന്നാക്ക്. പിന്നെ ഒരു മൊഹിത്തോ കുടിക്കും. മേക്കപ്പ് ആർട്ടിസ്റ്റ് എവിടെ? ഞാൻ ഭർത്താനൊക്കെ പറഞ്ഞ ആ സോഫയിൽ വെറുതെ ഇരിക്കായിരുന്നു. അപ്പൊ ഒരു ബോക്സിൽ സാധനങ്ങളൊക്കെ ആയിട്ട് ഒരുക്കി തരാന്ന് പറഞ്ഞ് വന്നതാട്ടോ. നല്ല രസമുണ്ടല്ലേ? എനിക്ക് എവിടെ എന്തോ ഇഷ്ടമായി. ഡീപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാന്ന് പറഞ്ഞാൽ വലിയ ഡീപ്പൊന്നും അല്ല. ലൈഫിനെ ബേസ് ചെയ്ത് ഞങ്ങൾ ഓരോ ക്വസ്റ്റ്യൻസ് ഒക്കെ ആലോചിക്കാനും ചിന്തിക്കാനും ഒക്കെ ആയിട്ട് ചോദിക്കും. അതിൻ്റെ ഇടയ്ക്ക് തപ്പോൾ വേറൊരു ഗെയിം കളിക്കാന്ന് പറഞ്ഞാൽ അത് എക്സ്പ്ലെയിൻ ചെയ്യണം തിരക്കിലാട്ടോ. ബാക്കിയുള്ളവര് നിങ്ങൾ രണ്ടുപേരും പരസ്പരം ചിലപ്പോ ആപ്പിൾ എന്നിട്ട് ആപ്പിൾ ഒരുമിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഔട്ടാവും. വൈകുന്നേരമായി നമുക്കൊരു പായസം ഉണ്ടാക്കാനെന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരു പ്ലാൻ ഉണ്ട്. അങ്ങനെ ഉണ്ടാക്കി കഴിയുടെ സമയം നോക്കി സുബാൻ എത്തി. എങ്ങനെ അറിഞ്ഞു എന്ന് മനസ്സിലാവില്ല. ഫുഡ് ഉണ്ടാക്കുമ്പോൾ അവരവിടെ എത്തും. പായസം നക്കി കുടിക്കുന്ന സുബാനും എൻ്റെ പടുത്തിരുള്ളൂ അത് കുടിക്കുന്ന തപ്പും. എന്റെ വീഡിയോക്ക് മെനക്കൊക്കെ തുറക്കുക. ആ ചായ ഗ്ലാസ്സൊക്കെ ഒന്ന് മാറ്റിയത് വൈറലാവാനുള്ളതാണ്. വയറിളക്കം വരാറുണ്ട്. അങ്ങനെ പായസമൊക്കെ കഴിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ആരോ ഇവിടെ നിന്ന് ഒരു പ്ലാൻ ഇട്ട് നമുക്ക് പിസ്സ ഓർഡർ ചെയ്താലോ. അങ്ങനെ പെട്ടെന്ന് നെക്സ്റ്റ് പ്ലാനാണ് പിസ്സ പ്ലാൻ. ഒറ്റയ്ക്ക് നമ്മൾ ഓർഡർ ചെയ്ത് കയ്യിലെക്കാട്ടെ എന്ത് രസമാണ് ഗ്രൂപ്പായിട്ട് നമ്മൾ പിസ്സ മേടിച്ച് കഴിക്കുന്നത്. അത് എങ്ങനത്തെ പിസ്സയാണ് ഏത് പിസ്സയാണെന്നൊക്കെ ഞാനിപ്പോൾ ഈ വ്ളോഗ് ഉണ്ടാക്കുന്ന ടൈമിൽ മറന്നു കേട്ടോ. എനിവേസ് നല്ല ടേസ്റ്റ് ആയിരുന്നു. രണ്ട് പീസ് മാറ്റി വെക്ക്. റൈഡർ അൺബോക്സിംഗ്. ആ ചിരി അടിയില്ലേ?
റൈഡർ ഹായ് പറ. കസിൻസിൻ്റെ വീട്ടിൽ നിന്ന് വീണ്ടും അടുത്ത കസിൻസിൻ്റെ വീട്ടിൽ പോയി അവിടുത്തെ കസിൻസിനെ കണ്ട് ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ വീണ്ടും തിരിച്ചു വന്നു. എനിക്ക് അത്ര പെട്ടെന്ന് ഞങ്ങൾ തിരിച്ചു വന്നില്ല. ഞങ്ങൾ പോകുന്ന വഴിക്ക് തന്നെ ഐസ് ക്യാൻഡി കഴിക്കാൻ കയറിയാണെന്ന് പറഞ്ഞു. പെട്ടെന്ന് ഒരു പ്ലാൻ ഉണ്ടാക്കി പെട്ടെന്ന് ഞങ്ങൾ പിന്നെ ഐസ് ക്യാൻഡിലേക്ക് കയറി. ഐസ് ക്യാൻഡീസൊക്കെ തപ്പാട്ടോ. ഇഷ്ടം പോലെ ചോയ്സ് ഉണ്ടാകുമ്പോൾ നമുക്ക് എന്തൊരു ഡൗട്ടാല്ലേ ഏതെടുക്കുമെന്ന്. അങ്ങനെ കുറേ നേരത്തെ ആലോചനക്കൊടുവിൽ ഞാൻ അവസാനം ബ്ലൂബെറിയിൽ സെറ്റിലായി ഗൈസ്. ബ്ലൂബെറി എനിക്ക് ഇഷ്ടമായി. പിന്നെ അവരുടെ അടുത്ത് സ്ട്രോബെറി പിന്നെ സ്പാനിഷ് ഫ്ലേവർ അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ആയിരുന്നു. കുഴപ്പമില്ല ബാക്കിയൊക്കെ. എന്നാലും ബ്ലൂബെറിയാണ് എനിക്ക് ഇഷ്ടമായത്. ഇനിയും ഒരുപാട് ഫ്ലേവേഴ്സ് ഉണ്ട് കേട്ടോ. എന്തായാലും ഒറ്റയടിക്ക് എനിക്ക് ഒരെണ്ണമൊക്കെ പോകുമോ, അതുകൊണ്ട് നമുക്ക് പിന്നെ ട്രൈ ചെയ്യാം ബാക്കിയൊക്കെ. അങ്ങനെ കിടക്കാൻ നേരം കിച്ചണിൽ എന്തോ സൗണ്ട് കേട്ടാൻ ചെന്നപ്പോൾ ഇവന്മാരെന്തോ കിച്ചണിൽ പരിപാടിയാണെന്ന് മനസ്സിലായി. എന്നാൽ പിന്നെ എന്താ ഏതാണെന്നറിയാൻ ഒപ്പം ടേസ്റ്റും എവിടെയും ഞാനും ഒപ്പം കൂടി. 12 മണിയായോ? അങ്ങനെ രാത്രി 12 മണിക്കുള്ള അല്ലൂടെ കലാപരിപാടികളാണ്. ഇത് വലുതാവോ? അസിസ്റ്റന്റിന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കൂ. അസിസ്റ്റന്റ് എവിടെ? ക്ഷമിക്കൂ, ചൂടാർത്തി. ഓ സെറ്റല്ലേ? ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വന്നാ മതിയാ? ആണോ? ഇപ്പൊ ആണോ? പറക്കില്ലേ തപ്പൂച്ചിക്ക്? അണേ ചുടീനെ മാത്രം കൊണ്ടുപോവാ. ശനിയാഴ്ച തപ്പൂച്ചിക്ക് ഓഫീസില്ല. ഞാൻ ഈ ചുട്ടീനെ കൊണ്ടുപോകും. ഇപ്പൊ തന്നെ എടുത്ത് കൊണ്ടോട്ടെ? അല്ല, ഞാൻ ഇപ്പൊ തന്നെ പോവും. സത്യമായിട്ട് ഞാൻ ഇപ്പൊ തന്നെ പോവും. സത്യമായിട്ട്. അല്ല, ഈ ചുട്ടി വരാത്തോണ്ട് എനിക്ക് വിഷമായി. ആ, എന്ത് കാര്യ? പറ, പ്ലാൻ പറ. എന്നാന്ന്? ഉറങ്ങി കിടക്കുമ്പോളാ കൊണ്ടോണോ? ഞാൻ ഉറങ്ങി കിടക്കുമ്പോ കൊണ്ടുപോകൂല. ചുട്ടി വരാന്ന് പറഞ്ഞാലാണ് കൊണ്ടുപോകുള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിലത്തെ വിശേഷങ്ങൾ. അപ്പൊ പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് നെക്സ്റ്റ് വ്ളോഗിൽ കാണാം.